കാലുകുത്താനിടമില്ലാത്ത വിധം യാത്ര ചെയ്യുന്ന മനുഷ്യര്. കണ്ണൂരിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ജീവനക്കാരും ഇവരിലുണ്ട്. ഇവരെല്ലാവരും ദിവസവും ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നവരുമാണ്. പാസഞ്ചർ ട്രെയിനുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതോടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കും. ട്രെയിൻ യാത്രാ ദുരിതം മലബാറിലെ സാധാരണക്കാരായ യാത്രക്കാരെ കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. കണ്ണൂരിലെ വിദ്യാർത്ഥികളും ജോലിക്കായി യാത്ര ചെയ്യുന്നവരും ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ട്രെയിൻ യാത്രയാണ്. കാലുകുത്താൻ പോലും ഇടമില്ലാത്ത ദുരിതയാത്രയാണ്. ശ്വാസമെടുക്കാൻ പോലും കഷ്ടപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ടി വരുന്ന സാഹസിക യാത്രയുടെ കാഴ്ചകളാണ് ദിനം പ്രതി കാണാനാവുക. ട്രെയിൻ സൗകര്യം വളരെ കുറവാണ്. ഇപ്പോൾ ഇതന്നെ ഇപ്പോൾ 3:10 ട്രെയിൻ പോയതിന് ശേഷം വരുന്നൊരു ട്രെയിനാണിത്. ഇതിനകത്ത് കയറാൻ വേണ്ടി ജനറൽ കോച്ച് ഇല്ല. ഇത് സൂപ്പർ ഫാസ്റ്റാണ്. ഈ 4:25 പോകേണ്ട ട്രെയിൻ ഇനിയിപ്പോൾ അരമണിക്കൂർ ലേറ്റ് ആവും. അതിനനുസരിച്ച് ആ യാത്രക്കാർക്ക് കയറാനുള്ള സൗകര്യമില്ല. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് വടക്കോട്ട് പോകാൻ ഒരു ട്രെയിനും ഇല്ല. വൈകുന്നേരത്തോടെ ആകെയുള്ള 1-2 ട്രെയിനുകൾ പോയി കഴിഞ്ഞാൽ പിന്നീട് പെട്ടുപോകുന്ന അവസ്ഥയാണ്. പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വെട്ടിക്കുറച്ചും വന്ദേ ഭാരത് ട്രെയിനുകൾക്കായി മറ്റ് ട്രെയിനുകൾ പിടിച്ചിട്ടും കോച്ചുകൾ വെട്ടിക്കുറച്ചും മലബാറിലെ യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. വളരെ ശോചനീയാവസ്ഥയാണ്. കാരണം അതിനുള്ള സ്പേസും സൗകര്യങ്ങളൊന്നുമില്ല. റിസർവേഷൻ സീറ്റ് തന്നെ ഡീ റിസർവേഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് പിന്നെ ട്രെയിനൊരു ഭാഗത്ത് ഇങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് വരാൻ വേണ്ടി 6:45-7 മണിയാവും. ഒരു വലിയ കഷ്ടപ്പാട് തന്നെയാണ്. കോഴിക്കോട് നിന്നും വൈകിട്ട് 6:15 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് പോയാൽ പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് വണ്ടിയുള്ളത് രാത്രി 9:30 ശേഷമാണ്. വന്ദേ ഭാരതിന് വേണ്ടി ഈ ട്രെയിൻ പിടിച്ചിടുന്നതോടെ 1-2 മണിക്കൂർ വൈകിയാണ് എത്തുന്നതും. 6:10 കോഴിക്കോട് എത്തുന്ന നേത്രാവതി എക്സ്പ്രസ്സിലാകട്ടെ ആകെ 2 ജനറൽ കോച്ചുകൾ മാത്രമാണുള്ളത്. അൺറിസർവ്ഡ് കോച്ചുകളിലെ യാത്രക്കാർക്ക് നിലത്ത് കാലുറപ്പിക്കാൻ പോലും ആകാത്ത അഗ്നിപരീക്ഷയാണ് ഈ യാത്ര. ശരിക്കും പറഞ്ഞാൽ മലബാറിൽ കൂടുതൽ മെമോ അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിനുകളോ കൂടുതൽ ഓടിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല. ഉത്തരവാദപ്പെട്ടവരാരും വേണ്ടത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. എടുക്കുന്ന ടിക്കറ്റിന് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. മലബാറിലെ യാത്രാ ദുരിതത്തിൽ റെയിൽവേ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.